ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഫെസിയോടെ ഷോർട്ട് വീഡിയോ ചെയ്തപ്പം ഞാൻ തന്നെ അതിൽ പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു ലോങ് വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ, കുറേ നാളായി നമ്മൾ പോയിട്ട് ഇപ്പോഴാണ് എനിക്ക് എഡിറ്റൊക്കെ ചെയ്ത് ഇടാനൊരു വൈബ് കിട്ടിയത് ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഇത് ഇനാഗുറേറ്റ് ചെയ്തിട്ട് ഒരു 2 വീക്സ് സംതിങ് ആയതേ ഉള്ളൂ കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു കളക്ഷൻസും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത്. ജസ്റ്റ് നമ്മൾ ഭയങ്കര വലിയ ഷോപ്പ് ചെയ്യാനൊന്നും അല്ല. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് 49 to 999 റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. നമ്മൾ സ്റ്റുഡിയോ മോഡൽ പോലാണ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഷോർട്സിൽ പറഞ്ഞതുപോലെ തന്നെ ലേഡീസിൻ്റെ കളക്ഷൻസ് ഒന്നും എനിക്ക് അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇനി ഓണത്തിൻ്റെ ആ ഒരു വൈബ് കൊണ്ട് ഇത് തീർന്നു പോയെന്ന് എനിക്കറിയാൻ വയ്യ. മറ്റേ ബാഗ്സും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ജുവലറി ഐറ്റംസ്, ക്രാബ്സ്, ക്രഞ്ചീസ് അതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പക്ഷേ അവിടെയും കുറേ എംറ്റി ആയിട്ട് കിടപ്പുണ്ടായിരുന്നു. അതായത് എനിക്ക് തോന്നുന്ന ഓണത്തിൻ്റെ ആ ഒരു ഇതുകൊണ്ട് തീർന്നു പോയതായിരിക്കാം. പിന്നെ ഹുഡീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഹുഡീസിൻ്റെ ആ ഒരു റേഞ്ച് വരുന്ന ഇത് മാത്രമുള്ള എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ കോട്ടൺ ടോപ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാം നല്ല വൈബ്രൻറ്റ് കളേഴ്സാണ് കേട്ടോ. ലേഡീസിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ ഈ യെല്ലോ കളറൊക്കെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പിടിക്കുന്ന കുറേ ഐറ്റംസാണ്. അപ്പോൾ ലേഡീസിൻ്റെ അത്ര അങ്ങോട്ട് വൈബ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ട് പോയി കേട്ടോ. ജെൻസ് കളക്ഷൻസ്, സനിക്ക് വേണ്ടി എന്തെങ്കിലും ഐറ്റംസ് ഓണത്തിനൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോയത്. കുഴപ്പമില്ലായിരുന്നു, എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ലേഡീസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജെൻസിന് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു ഗൈസ്. ഒരു സ്റ്റുഡിയോ മോഡൽ കുറച്ച് വെറൈറ്റി ഷർട്ട്സ്, ഈ പെയറായിട്ട് നമുക്കുള്ള ടീഷർട്ട്സും ഷോർട്ട്സും അങ്ങനെയൊക്കെ ഇല്ലേ, അതൊക്കെ കുറച്ച് വെറൈറ്റി ആയിട്ട് ജെൻസിനുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നി. ഇതൊക്കെ പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പിടിച്ച കുറച്ച് ഷർട്ടുകളാണ് കേട്ടോ ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. പിന്നെ കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതിൻ്റെ തന്നെ ആ നേവി ബ്ലൂവിൻ്റെ തന്നെ സെയിം ബ്ലാക്ക് കളറും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഉണ്ടായിരുന്നു തോന്നുന്നു ഗൈസ്. ഇതൊക്കെ തീർന്നു പോയതാണെന്നാണ് എൻ്റെ ഒരു സംശയം. ബിക്കോസ് ഈ ഒരു കിടത്തേക്ക് നോക്കി ഇത് കണ്ടാൽ അങ്ങനെയല്ലേ തോന്നത്തുള്ളൂ. കാരണം ഒത്തിരി ഒരു അത് തന്നെ. പിന്നെ അത് കഴിഞ്ഞിട്ട് ചപ്പൽസ്, ഷൂസിൻ്റെ കാര്യം പറയാൻ ഞാൻ ഷോർട്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് വലിയൊരു വെറൈറ്റി ആയിട്ടൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. ഇങ്ങനെ ഉമ്മ കുറേ നേരത്തിൽ തിരക്കിനിടയിൽ ദാണ്ട് ഒരെണ്ണം സനിക്ക് വേണ്ടി കണ്ടുപിടിച്ചു, ഒരു ഓണം വൈബിന് പറ്റിയത്. പിന്നെ നെക്സ്റ്റ് നമ്മൾ കിഡ്സ് സെക്ഷനിലോട്ട് പോയിട്ടോ. ഗേൾസിനാണെങ്കിലും ബോയ്സിനാണെങ്കിലും നല്ല അടിപൊളി ക്യൂട്ട് ഐറ്റംസ് ഉണ്ട് ഗൈസ്. എല്ലാം 399 ആണ് സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് 399 to 999 റേഞ്ചാണ് കേട്ടോ ഫുൾ വരുന്നത്. ഇത് ഗേൾസിൻ്റെ ഒക്കെ കുഞ്ഞ് ഷർട്ട്സാണ്. പിന്നെ അതുപോലെ നൈറ്റ് വെയർസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ബോയ്സിൻ്റെ വരുവാണെങ്കിൽ ഷർട്ട്സും ഷോർട്ട്സും ഒക്കെ ഈ പെയർ ചെയ്തിടാൻ പറ്റിയ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതായത് നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാം കോട്ടൺ, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയലായിരുന്നു എല്ലാം. അങ്ങനെ ഒരുപാട് നേരത്തെ തിരയിലിനൊടുവിൽ നമ്മൾ വീണ്ടും പിന്നെ ഷർട്ട് സെക്ഷനിലോട്ട് പോയി. കാരണം വീണ്ടും എന്തെങ്കിലും വൈബ് കണ്ടുപിടിക്കാമോ എന്ന് നോക്കാൻ വേണ്ടി. ബട്ട് മറ്റേ ഷർട്ട് ഉമ്മയുടെ കയ്യിൽ നിന്ന് വിട്ടിട്ടില്ല ഗൈസ്. അപ്പോൾ എന്തായാലും അതെടുക്കാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ അയണൊക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് വൈബാവും എന്ന ശുഭ പ്രതീക്ഷയിൽ നമ്മൾ ഈ ഐറ്റം എടുത്തു കേട്ടോ. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബിൽ സെക്ഷനിലോട്ട് പോയി. എനിക്കൊരു കൊച്ചു ടോപ്പും പിന്നെ അതിന് അവനൊരു ഷർട്ടും എടുത്ത് നമ്മൾ അവിടെ നിന്ന് പോകാൻ കേട്ടോ. അത് വരുന്നത് ഭയങ്കര ഒരു വലിയ ഷോറൂമും കാര്യങ്ങളൊക്കെയാണ്. ബട്ട് ഈ ഓണത്തിൻ്റെ ഇത് കൊണ്ടായിരിക്കാം കളക്ഷൻസ് ഇല്ലാത്തതെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അതിനൊരു ജെനുവിൻ റിവ്യൂ ആണ് കേട്ടോ ഞാനിപ്പോൾ ഫെസിയുടെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് കറക്റ്റായിട്ട് വരുന്നത് നമ്മൾ പോളയത്തോട് പീറ്റർ ഇംഗ്ലണ്ടിലേക്ക് കറക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. വലിയ ഷോറൂമാണ്, കാണാതിരിക്കാൻ വഴിയൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് അപ്പോൾ എന്തായാലും പോയി വിസിറ്റ് ചെയ്യുക. ചിലപ്പോൾ നല്ല നല്ല കളക്ഷൻസ് വരാതിരിക്കാം. അപ്പോൾ എന്തായാലും റിവ്യൂ നിങ്ങൾ പോയിട്ട് എന്തായാലും കമൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.